ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വികസനത്തെ പറ്റിയും വികസനവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തിയറീസിനെ പറ്റിയുമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം, എന്താണ് രാജ്യത്തിൻ്റെ എക്കോണമിക്കൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് രാജ്യത്തിൻ്റെ എക്കോണമിക്കൽ ഗ്രോത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിനകത്തുള്ള GDPയുടെ വർധനവിനെയാണ് നമ്മൾ എക്കോണമിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേവനത്തിൻ്റെയും സാധനങ്ങളുടെയും വളർച്ചയെയാണ് നമ്മൾ എക്കോണമിക്കൽ ഗ്രോത്ത് എന്ന് സാധാരണ പറയുന്നത്. എന്നാൽ എന്താണ് വികസനം അല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്കോണമിക്കൽ ഗ്രോത്തിലൂടെ കിട്ടുന്ന ഗെയിൻ ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിലെ പാവപ്പെട്ടവർക്കും ആ രാജ്യത്തിൽ പട്ടിണി കിടക്കുന്നവർക്കും ആ രാജ്യത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലിറ്ററേറ്റായി കിടക്കുന്ന വ്യക്തികൾക്കും ആ രാജ്യത്തിലുള്ള ജനങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനു വേണ്ടി ചിലവാക്കിക്കൊണ്ട് അവരുടെ ഉന്നമനത്തെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വികസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്കോണമിക്കൽ ഗ്രോത്തിൽ നിന്നും കിട്ടുന്ന ഗെയിനിനെ ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ രാജ്യത്തിലുള്ള പാവപ്പെട്ടവർക്കും ആ രാജ്യത്തിലുള്ള പട്ടിണി അനുഭവിക്കുന്നവർക്കും ആ രാജ്യത്തിലുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തികളുടെയും ഉന്നമനത്തിനു വേണ്ടി ചിലവഴിച്ച് അവരിലുണ്ടാവുന്ന ഉന്നമനത്തെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് വളർച്ചയിലൂടെ ഒരു ക്വാളിറ്റേറ്റീവ് വളർച്ച ഉണ്ടാക്കുന്ന രീതിയാണ് ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത് ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ്. ബേസിക് എലമെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ്. പ്രധാനമായിട്ട് 6 എലമെൻറ്റാണ് അല്ലെങ്കിൽ 6 ബേസിക് എലമെൻറ്റുകളാണ് ഡെവലപ്മെൻറ്റിനുള്ളത്. ഒന്നാമത്തത്, രാജ്യത്തിനകത്തുള്ള പട്ടിണിയെയും അസമത്വത്തെയും കുറയ്ക്കുക, ഒന്നാമത്തെ എലമെൻറ്റ്. രണ്ടാമത്തെ എലമെൻറ്റ്, രാജ്യത്തിലെ ജനങ്ങളുടെ മെറ്റീരിയൽ ലൈഫ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുക, രാജ്യത്തിനകത്തുള്ള ജനങ്ങളുടെ മെറ്റീരിയൽ ലൈഫ് കൂട്ടുക. മൂന്നാമത്തെ പോയിൻ്റ്, ജനങ്ങളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ് പോലെയുള്ള അതിനെ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽബീങ്സ്. നാലാമത്തെ പോയിൻ്റ്, നമ്മുടെ എക്കോണമിയിൽ നിന്ന് കിട്ടുന്ന ആ ഗെയിനു എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുക. അടുത്ത് അഞ്ചാമത്തെ പോയിൻ്റ്, രാജ്യത്തിന് പ്രൊഡക്ഷന് സഹായിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിനകത്തെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ടെക്നോളജിയെ എൻഹാൻസ് ചെയ്യുക. ആറാമത്തെ പോയിൻ്റ്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറുകൾ സ്ഥാപിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെയാണ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത്, രാജ്യത്തിനകത്തുള്ള പട്ടിണിയെയും രാജ്യത്തിനകത്തുള്ള അസമത്വത്തെയും അല്ലെങ്കിൽ ഇന്നിക്വാളിറ്റിയെയും കുറയ്ക്കുക. രണ്ടാമത്തെ എലമെൻറ്റ്, ഇൻക്രീസ് മെറ്റീരിയൽ ലൈഫ് ഓഫ് പീപ്പിൾ, രാജ്യത്തിനകത്തുള്ള ജനങ്ങളുടെ മെറ്റീരിയൽ ലൈഫ് കൂട്ടുക. മൂന്നാമത്തെ പോയിൻ്റ്, ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽബീങ്സ്, അതായത് രാജ്യത്തിനകത്തുള്ള ജനങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, രാജ്യത്തിനകത്തുള്ള ഹെൽത്ത് ക്വാളിറ്റി, രാജ്യത്തിനകത്തുള്ള ഹൗസിംഗ് പോലെയുള്ള സംവിധാനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തുക. നാലാമത്തെ പോയിൻ്റ്, ഒരു സോഷ്യൽ എക്കോണമിക്കൽ ഗ്രോത്തിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ രാജ്യത്തിലുള്ള എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. അഞ്ചാമത്തെ എലമെൻറ്റ്, ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു എക്കോണമിയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഗുഡ്സ് ആൻഡ് സർവീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജികളെ എൻഹാൻസ്മെൻറ്റ് ചെയ്യുക. ആറാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത്, എല്ലാ ലെവലിലും ഡിസിഷൻ മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കുക. ഇത്രയുമാണ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വികസനവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തിയറീസിനെ പറ്റിയാണ്. ഒന്നാമത്തെ തിയറി റോസ്റ്റോസ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ തിയറിയാണ്. റോസ്റ്റോസ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു തിയറിയെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്.
എന്താണ് റോസ്റ്റോക്ക് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വികസിക്കാത്ത അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം ഒരു ഡെവലപ്ഡ് രാജ്യമായി മാറുന്ന സ്റ്റെപ്പിനെ പറ്റി പരാമർശിക്കുന്ന ഒരു തിയറിയാണ് റോസ്റ്റോക്ക് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വികസനമില്ലാതെ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യം ഒരു വികസന രാജ്യമായി മാറുന്ന സ്റ്റെപ്പുകളെ പറ്റി പരാമർശിച്ച ഒരു തിയറിയാണ് റോസ്റ്റോക്ക് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ തിയറി. ഇനി ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് റോസ്റ്റോക്ക് എന്ന അമേരിക്കൻ ഡെവലപ്മെൻറ്റ് തിയറിസ്റ്റ്. അപ്പോൾ റോസ്റ്റോക്ക് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന തിയറി പ്രപ്പോസ് ചെയ്ത തിയറിസ്റ്റാണ് റോസ്റ്റോക്ക്. ഇനി ഈ തിയറിയിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വികസനമില്ലാത്ത അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യം ഒരു വികസന രാജ്യമായി മാറണമെങ്കിൽ അതിന് ആ രാജ്യം 4 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണമെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആ 4 സ്റ്റെപ്പുകൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് ട്രഡീഷണൽ സൊസൈറ്റി എന്ന സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് ഏജ് ഓഫ് മാസ് കൺസപ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. അപ്പോൾ ഒരു വികസനമില്ലാത്ത അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യം വികസന രാജ്യമായി മാറണമെങ്കിൽ 4 പ്രധാനപ്പെട്ട സ്റ്റേജിലൂടെ കടന്നു പോകണം. ഏതൊക്കെയാണ് ആ സ്റ്റേജ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ സ്റ്റേജ് ട്രഡീഷണൽ സൊസൈറ്റി, അതായത് ആ രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ഏജ് ഓഫ് മാസ് കൺസപ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ്. ഇനി ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്ത റോസ്റ്റോക്ക് വീണ്ടും 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തത്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ഒരു പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതായ ആവശ്യമില്ല. ഇനിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ വികസിക്കുന്ന രാജ്യങ്ങൾ അവരുടെ GNPയുടെ 15 മുതൽ 20% വരെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവരറിയാതെ അവർ ടേക്ക് ഓഫ് സ്റ്റേജിൽ തനിയെ എത്തും എന്നും കൂടെ ഈ റോസ്റ്റോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു എക്കോണമിസ്റ്റ് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്റ്റേജിനെ നമ്മൾ ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ എക്കണോമിസ്റ്റ് കാണുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട തിയറിയാണ് ലൂയിസ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. 1950 ആർതർ ലൂയിസ് എന്ന് പറഞ്ഞ ഒരു എക്കോണമിസ്റ്റാണ് ഈ ഒരു ലൂയിസ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റിനെ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ലൂയിസ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റിനെ പ്രപ്പോസ് ചെയ്ത ശാസ്ത്രജ്ഞനാണ് ആർതർ ലൂയിസ്. അദ്ദേഹം 1950 ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണ്ടർ ഡെവലപ്ഡ് ആയ രാജ്യത്തിന് അല്ലെങ്കിൽ വികസനമില്ലാതെ കിടക്കുന്ന അവികസനമായ രാജ്യങ്ങൾക്ക് 2 സെക്ടറുകളാണുള്ളത്. വികസനമില്ലാതെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന രാജ്യങ്ങൾക്ക് 2 സെക്ടറുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ റൂറൽ സെക്ടറും മറ്റേതെന്ന് പറയുന്നത് മോഡേൺ റൂറൽ ഇൻഡസ്ട്രിയൽ സെക്ടറും എന്ന് 2 തരം സെക്ടറുകളാണ് വികസനമില്ലാത്ത രാജ്യങ്ങൾക്കുള്ളത്. ആദ്യം പറഞ്ഞ ട്രഡീഷണൽ റൂറൽ സെക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ഒരു സെക്ടറാണ് ട്രഡീഷണൽ റൂറൽ സെക്ടർ എന്ന് പറഞ്ഞ സെക്ടർ. ഇനി ആ സെക്ടറിൽ തന്നെ സെൽഫ് കൺസപ്ഷൻ ഉളവാക്കുന്ന സെക്ടറാണ് ഈ ഒരു ട്രഡീഷണൽ റൂറൽ സെക്ടർ എന്ന് പറഞ്ഞ സെക്ടർ. ഇനി രണ്ടാമത് പറഞ്ഞ സെക്ടറാണ് മോഡേൺ റൂറൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ലൂയിസ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വികസനമില്ലാതെ കിടക്കുന്ന രാജ്യങ്ങൾക്ക് 2 സെക്ടറുകളുണ്ട്. ലൂയിസ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റിൽ ഇത്രയാണ് പറയുന്നത്, വികസനമില്ലാതെ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയ രാജ്യത്തിന് പ്രധാനമായിട്ടും 2 സെക്ടറുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രഡീഷണൽ റൂറൽ സെക്ടർ, അതായത് ഗ്രാമത്തിലുള്ള ഈ ട്രഡീഷണൽ റൂറൽ സെക്ടറിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന സെക്ടറാണ് ട്രഡീഷണൽ റൂറൽ സെക്ടർ. ഇനി രണ്ടാമത് പറഞ്ഞ ഒരു സെക്ടറാണ് മോഡേൺ അർബൻ പ്രൊഡക്റ്റീവ് സെക്ടർ എന്ന് പറഞ്ഞ സെക്ടർ.
എന്നാൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടിയ സെക്ടറാണ് മോഡേൺ റൂറൽ സെക്ടർ, റൂറൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു തിയറി പ്രകാരം ഈ ലൂയിസ് തിയറിയിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വികസനമില്ലാത്ത രാജ്യത്തിൽ ഒരു സബ്സ്റ്റൈനബിൾ ഗ്രോത്ത് കൊണ്ടുവരണമെങ്കിൽ, ആദ്യം പറഞ്ഞ ട്രഡീഷണൽ റൂറൽ സെക്ടറിൽ നിന്ന് ഗ്രാമത്തിലെ പ്രൊഡക്ഷൻ്റെ അളവിനെ ബാധിക്കാതെ തൊഴിലാളികളെ സിറ്റിയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കൊണ്ടുവിടണം. അങ്ങനെ കൊണ്ടുവിടുമ്പോൾ അവിടെ ഒരു സബ്സ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് നമ്മുടെ ഈ ഒരു ലൂയിസ് തിയറിയിൽ പറയുന്നത്. ഇനി അടുത്ത ഒരു തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻസ് തിയറം എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട തിയറമാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻസ് തിയറം എന്ന് പറഞ്ഞത്. 1970 കാലഘട്ടത്തിലാണ് ഈ ഒരു തിയറം കൊണ്ടുവരപ്പെടുന്നത്. വികസിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യത്തിലുള്ള പ്രധാനപ്പെട്ട എക്കോണമിസ്റ്റുകൾ നിർമ്മിച്ച ഒരു തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻസ് തിയറീസ് എന്ന് പറഞ്ഞ ഈ ഒരു തിയറി. ഈ ഇൻ്റർനാഷണൽ ഡിപ്പെൻസ് തിയറിയിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട രാജ്യങ്ങൾ, അതായത് പൂവർ കൺട്രീസിൻ്റെ മേൽ റിച്ച് കൺട്രീസ് നടത്തുന്ന ഡോമിനേഷൻ്റെ ഫലമായിട്ടാണ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്ന് പറഞ്ഞ തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട രാജ്യങ്ങളുടെ മേൽ, അതായത് സമ്പത്ത് അധികമില്ലാത്ത പാവപ്പെട്ട രാജ്യങ്ങളുടെ മേൽ റിച്ച് കൺട്രീസ് നടത്തുന്ന ഡോമിനേഷൻ്റെ ഫലമായിട്ടാണ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്ന് പറഞ്ഞ ഒരു തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി. മൾട്ടിനാഷണൽ കമ്പനികൾ ഡെവലപ്പിംഗ് രാജ്യത്തിൽ നിന്ന് സമ്പത്തിനെ ഡെവലപ്ഡ് രാജ്യത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞ തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി. അടുത്ത് ലോകബാങ്കും IMFും സമ്പന്ന രാജ്യവുമായി അലൈൻഡ് ആണ് എന്ന് പറഞ്ഞ തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട രാജ്യങ്ങളുടെ മേൽ സമ്പന്നരായ രാജ്യങ്ങളുടെ ആധിപത്യം കാരണമാണ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞ തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി. അടുത്ത് മൾട്ടിനാഷണൽ കമ്പനികൾ ഡെവലപ്പിംഗ് രാജ്യത്തിൽ നിന്ന് സമ്പത്തിനെ ഡെവലപ്ഡ് രാജ്യത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞ തിയറിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി. അടുത്ത് ലോകബാങ്കും IMFും സമ്പന്ന രാജ്യവുമായി അലൈൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ തിയറിയും കൂടെയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി. ഈ ഒരു ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറിയെ ബാധിക്കുന്ന എക്കണോമിസ്റ്റുകൾ ഒരു കണക്ക് പുറത്തു കൊണ്ടുവന്നായിരുന്നു. എന്താണ് ആ കണക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വർഷം കഴിയും തോറും പാവപ്പെട്ട രാജ്യവും സമ്പന്നമായ രാജ്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് റേഷ്യോ ഓരോ പ്രാവശ്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു തിയറിയും കൂടിയാണ് ഇൻ്റർനാഷണൽ ഡിപ്പെൻസ് തിയറി. അതിനുവേണ്ടി അവർ പറയുന്ന ഡേറ്റ ഇങ്ങനെയാണ്. വർഷം 1820 ആയപ്പോൾ പാവപ്പെട്ട രാജ്യവും സമ്പന്ന രാജ്യവും തമ്മിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. എന്നാൽ വർഷം 1950 ആയപ്പോൾ പാവപ്പെട്ട രാജ്യവും സമ്പന്ന രാജ്യവും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:35 ആണ്. വർഷം 2003 ആയപ്പോൾ പാവപ്പെട്ട രാജ്യവും സമ്പന്ന രാജ്യവും തമ്മിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1:82 ആണെന്ന് ഈ ഒരു ഇൻ്റർനാഷണൽ ഡിപ്പെൻഡ് തിയറി ബാധിക്കുന്ന എക്കണോമിസ്റ്റുകൾ പറയുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട തിയറിയാണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. ഗാന്ധിയൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെയും ഒരു എക്കോണമിക്കൽ മൈക്രോ ഗ്രൂപ്പിൻ്റെയും റിലേഷനെ പറ്റി പറഞ്ഞ ഒരു ഡെവലപ്മെൻറ്റ് വ്യൂ ആണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിയുടെയും
ഒരു എക്കോണമിക്കൽ മൈക്രോ ഗ്രൂപ്പിൻ്റെയും റിലേഷനെ കാണിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് വ്യൂ ആണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വരാൻ വേണ്ടി ഒരു വില്ലേജ് ലെവലിലെ ഏറ്റവും ലോക്കൽ ലെവലിലേക്ക് ഫോക്കസിങ് നടത്തണമെന്ന് പറഞ്ഞ തിയറിയാണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. അടുത്ത് ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഒരു സൊസൈറ്റി രക്ഷപ്പെടുകയും ഒരു സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഒരു രാജ്യം രക്ഷപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു തിയറിയാണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. അടുത്ത് പഞ്ചായത്ത് ലെവലിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തണമെന്ന് പറഞ്ഞ തിയറിയാണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഗാന്ധിയൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെയും ഒരു എക്കോണമിക്കൽ മൈക്രോ ഗ്രൂപ്പിൻ്റെയും റിലേഷൻ ചൂണ്ടിക്കാണിച്ച ഒരു ഡെവലപ്മെൻറ്റ് വ്യൂ ആണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. അടുത്ത് ഒരു രാജ്യത്തിൽ ഒരു എക്കോണമിക്കൽ ഡെവലപ്മെൻറ്റ് വരുത്തുന്നതിന് വേണ്ടി വില്ലേജ് ലെവലിൽ ഫോക്കസിങ് നടത്തണം എന്ന് പറഞ്ഞ ഒരു ഡെവലപ്മെൻറ്റ് വ്യൂ ആണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിക്ക് നന്മ വരുമ്പോൾ, ഒരു വ്യക്തിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെ സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞ തിയറിയാണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. ലോക്കൽ ലെവലിലൂടെ ഡിസിഷൻ മേക്കിംഗ് നടത്തണം എന്ന് പറഞ്ഞ തിയറിയാണ് ഗാന്ധിയൻ ഡെവലപ്മെൻറ്റ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് മാർസിയൻ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. മാർസിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. എന്താണ് മാർസിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ പട്ടിണി അല്ലെങ്കിൽ സമൂഹത്തിൽ ദാരിദ്ര്യം വരുന്നത് ചൂഷണം കാരണമാണ്, സമൂഹത്തിൽ ദാരിദ്ര്യം വരുന്നത് ചൂഷണം കാരണമാണ് എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് അല്ലെങ്കിൽ തിയറിയാണ് മാർസിസ്റ്റ് സിദ്ധാന്തം. ഓരോ ലാൻഡ് ആൻഡ് പ്രൊഡക്റ്റീവ് അസറ്റ് അല്ലെങ്കിൽ സമ്പത്ത്, ലാൻഡ് ആൻഡ് പ്രൊഡക്റ്റീവ് അസറ്റുകൾ ചിലരുടെ കൈവശം മാത്രം ചുരുങ്ങുമ്പോൾ അവിടെ ഇന്നിക്വാളിറ്റി ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച സിദ്ധാന്തമാണ് മാർസിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. അടുത്ത് രാജ്യത്തിലെ ഒരു സൊസൈറ്റിയെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നും ഒരു സൊസൈറ്റിയെ വർക്കിംഗ് ക്ലാസ് എന്നും ക്യാപിറ്റൽ ക്ലാസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത സിദ്ധാന്തമാണ് മാർസിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. തൊഴിലാളികളുടെ ശമ്പളം തീരുമാനിക്കുന്നത് അവരുടെ ഉപജീവന ലെവൽ അനുസരിച്ചാകണം എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് മാർസിസ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി എന്താണ് മാർസിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ അസമത്വം അല്ലെങ്കിൽ സമൂഹത്തിൽ പട്ടിണി ദാരിദ്ര്യം വരുന്നത് ചൂഷണം കാരണമാണ് എന്ന് വാദിച്ച സിദ്ധാന്തമാണ് മാർസിസ്റ്റ് സിദ്ധാന്തം. ഒരു സമൂഹത്തിൽ ലാൻഡ് ആൻഡ് പ്രൊഡക്ടിവിറ്റി അസറ്റ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ സമ്പത്ത് ചിലരുടെ കയ്യിൽ മാത്രം ചുരുങ്ങുമ്പോൾ അവിടെ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം വരുന്നു എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് മാർസിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു സൊസൈറ്റിയെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്നും വർക്കിംഗ് ക്ലാസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ച സിദ്ധാന്തമാണ് മാർസിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു തൊഴിലാളിയുടെ ശമ്പളം തീരുമാനിക്കുന്നത് അവൻ്റെ ഉപജീവന മാർഗം അല്ലെങ്കിൽ ഉപജീവന ലെവൽ അനുസരിച്ചായിരിക്കണം എന്ന് പറഞ്ഞ സിദ്ധാന്തം കൂടിയാണ് മാർസിയൻ കോൺസെപ്റ്റ്.